വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായുള്ള ഇന്ത്യയിലെ ആദ്യ മൈക്രോ ആൽഗെ എയർ ടവർ ഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടു. വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യ മൈക്രോ ആൽഗെ എയർ ടവർ ഡൽഹിയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. അടുത്തത് 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യക്ക് 116 സ്ഥാനം. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇപ്പോൾ 2026 സന്തോഷ സൂചിക അനുസരിച്ചിട്ട് ഇന്ത്യക്ക് 116 സ്ഥാനമാണ് കേട്ടോ. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച സർക്കാർ ഏതാണ്? അത് ആന്ധ്രാപ്രദേശ് സർക്കാരാണ് കേട്ടോ. 86% സ്കൂളുകളും പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മേഘാലയ. 86% സ്കൂളുകളും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മേഘാലയ. അടുത്തത് ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതിയാണ് പ്രോജക്റ്റ് ഗംഗ. ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. പ്രോജക്റ്റ് ഗംഗ എന്താണെന്നുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതിയാണ് പ്രോജക്റ്റ് ഗംഗ. ഡൽഹി മെട്രോയിലാണ് ഇന്ത്യയിലെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത്. ഡൽഹി മെട്രോയിലാണ് ഇന്ത്യയിലെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത്. അടുത്തത് പ്രഗതി, വികാസ് എന്നിവയാണ് 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ. ഇത് കുറച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള എല്ലാ എക്സാമിനും നമുക്ക് പ്രതീക്ഷിക്കാം. 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്താണ്? പ്രഗതി, വികാസ്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുശക്തി മിഷൻ. അപ്പോൾ സുശക്തി മിഷൻ എന്താണ്? ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ്. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. വേറുള്ളതൊക്കെ നമുക്ക് ഓപ്ഷനിൽ തരും. അപ്പോൾ സുശക്തി മിഷൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ കീഴിൽ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനുമായിട്ട് ആരംഭിക്കുന്നൊരു പദ്ധതിയാണ്. അടുത്തത് സംസ്ഥാനത്തും കേന്ദ്രത്തിലുമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കൂടുതൽ കാലം നേതൃത്വം നൽകിയെന്ന റെക്കോർഡിന് ഉടമയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തും കേന്ദ്രത്തിലുമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കൂടുതൽ കാലം നേതൃത്വം നൽകിയെന്ന റെക്കോർഡിന് ഉടമയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാളിൻ്റെ 47ാം പ്രധാനമന്ത്രിയായി ബാലേന്ദ്ര ഷാ ചുമതലയേറ്റു. അദ്ദേഹത്തിന് വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, റാപ്പർ ബലേൻ. നേപ്പാളിൻ്റെ 47ാമത്തെ പ്രധാനമന്ത്രിയായി ബലേന്ദ്ര ഷാ ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? റാപ്പർ ബലേൻ. അപ്പോൾ ഓപ്ഷനിൽ ഇത് തന്നാലും എഴുതണം കേട്ടോ. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിക്രം ദൊരൈസ്വാമിയെ നിയമിച്ചു. അപ്പോൾ ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? വിക്രം ദൊരൈസ്വാമി. ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിതയായി RM നാച്ചമ്മ. പുള്ളിക്കാരി കർണാടകയിലെ കെഗ സ്വദേശിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിത ആരാണ്? RM നാച്ചമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്ക്രിയ വധത്തിന് വിധേയനായി ഡൽഹിയിലെ ഹരീഷ് റാണ. സുപ്രീം കോടതിയാണ് റാണയുടെ നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്കൃത ദയാവധത്തിന് വിധേയനാകുന്ന ഡൽഹി സ്വദേശിയാണ് ഹരീഷ് റാണ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.